കൊല്ലത്തൊരു പേഴ്സണൽ എമർജൻസി ഉണ്ട് സാർ. അർജൻറ്റാണ്. 2 ദിവസത്തെ ലീവാണ്. ഇപ്പോൾ പുറപ്പെട്ട് മറ്റന്നാൾ ഉച്ചയ്ക്ക് തിരിച്ചെത്തിക്കോളാം. നാണാവുന്നില്ലടോ. 2.5 കൊല്ലത്തെ ലീവ് കഴിഞ്ഞ് തിരിച്ചു കയറിയിട്ട് 2 ആഴ്ച തികഞ്ഞിട്ടില്ല. അടുത്ത 1 വർഷത്തേക്ക് അത് എന്ത് കാര്യത്തിനായാലും ലീവ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. തന്നെപ്പറ്റി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കേട്ടിരുന്നു. നൗ ഗെറ്റ് ബാക്ക് ടു ഡ്യൂട്ടി സർ. പിന്നെ തന്നെ ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. തന്നെപ്പറ്റി വനിതാ കമ്മീഷനിൽ നിന്നൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ, പരാതിക്കാരിയോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന്. തനിക്കെന്താ ആ കേസ് എടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സർ, ഒരു ഫോൺ നമ്പർ ട്രേസ് ചെയ്യാണ്. അത് കിട്ടിയാൽ ഇന്ന് ടൗൺ ഹാളിൽ കമ്മീഷന്റെ സിറ്റിംഗ് ഉണ്ട്. അവിടെ ചെന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. മനസ്സിലായോ? സർ. ഈ സ്ത്രീയെ നിങ്ങൾ എടീന്ന് വിളിച്ചോ? വിളിച്ചു. Then please apologize to her. മാഡം, പരാതി കിട്ടിയ അന്ന് മുതൽ ഇവർ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ഞങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. തൃശൂർ KSEBയിൽ ദീപക് മേനോൻ എന്നൊരാളില്ല. ഇവർ പറഞ്ഞ ഫോൺ നമ്പർ കൊല്ലത്തുള്ള ഒരു റോണിയുടേതാ. അയാളുടെ വെയർ അബൌട്ട്സ് ഇന്നാണ് കിട്ടിയത്. ഇന്ന് തന്നെ കൊല്ലം ക്രൈം സ്ക്വാഡിന് മെസ്സേജ് കൊടുക്കും. പക്ഷെ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഞാനും എൻ്റെ സബോർഡിനേറ്റ്സും കൊല്ലത്തേക്ക് പുറപ്പെടുകയാണ് ഇപ്പൊ തന്നെ. അത് ഒഫീഷ്യൽ കാര്യം, ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. പക്ഷെ ഇവിടെ അതല്ല മാറ്റർ. സോറി. ഹലോ. ഓക്കെ, ഇൻഫർമേഷൻ കറക്റ്റ് ആണല്ലോ അല്ലേ? ശരി, അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ഞാൻ വിളിക്കാം. ഓക്കെ സാറേ, അവനിപ്പോൾ വർക്കലയിലാണ്. കടപ്പുറത്ത് എന്തോ പണിയായിട്ട് ലോക്കലായിട്ട് അന്വേഷിച്ച് പറഞ്ഞു. എനിക്കിവിടെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആളെ ലൊക്കേറ്റ് ചോദിക്കും. ഞാൻ ആ പേരെൻ്റേതാ, അഡ്രസ്സ് എൻ്റേതാ. ഇവിടുത്തെ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കേസുകളും എൻ്റെ പേരിലുള്ളതാ. പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ ചെയ്തയാളും നിങ്ങളിപ്പോൾ തിരയുന്ന ആളും ഞാനല്ല. ആരോ എൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചു, എൻ്റെ പേരുപയോഗിച്ചു, എന്നെ ഉപയോഗിച്ചു. നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് തരക്കേടില്ലാത്ത ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായിരുന്ന എൻ്റെ പേരിലുള്ള കുറ്റങ്ങൾ എന്തൊക്കെയെന്നറിയോ? കൊലപാതക ശ്രമം, ഹവാല, വിസ തട്ടിപ്പ്, വാഹനമോഷണം, മന്ത്രവാദം. 1.5 വർഷമായിട്ട് ഒരു ജീവിതമില്ല. സ്റ്റേഷനിലും കോടതിയിലും കയറിയിറങ്ങി, റിമൈൻഡിൽ കിടന്നു, പണി പോയി. കേസ് നടത്തി, ഞാൻ എന്നെ തന്നെ തെളിയിച്ചു. പക്ഷെ കോടതിയെ ബോധ്യപ്പെടുത്തിയതുപോലെ ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല. പറ്റിക്കപ്പെട്ടവര് രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ചന്ദ്രൻപിള്ളെ തിരക്കി വന്നു. ചിലവരെന്നെ കണ്ടപ്പോൾ വിശ്വസിച്ചു, ചിലവർ എന്നിട്ടും വിശ്വസിച്ചില്ല. നാട്ടുകാരടുപ്പിക്കില്ല ഇപ്പോഴും എന്നെയും എൻ്റെ കുടുംബത്തെയും. ഇതെന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാ. സെക്യൂരിറ്റി പണിയാ. പിള്ളേരുടെ ഫീസ് കൊടുക്കണമല്ലോ, ആഹാരം കഴിക്കണമല്ലോ. ഇത് നശിപ്പിക്കണോ? നശിപ്പിച്ചോ. ഇനി കേസുകൾ തലയിൽ കെട്ടിവെക്കണോ? വച്ചോ. കിട്ടി സർ. ഇതാണോ ചന്ദ്രൻപിള്ള എന്ന് മുജീബിനോട് ചോദിക്കണം. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ. ഞാനിവിടെ ഒരു ശവദാഹത്തിന് വന്നതാണ്. നമ്മുടെ മാരാർ ചേട്ടൻ മരിച്ചു ഇന്നലെ രാത്രി. അറ്റാക്കായിരുന്നു. അയാള് രക്ഷപ്പെട്ടു അല്ലേ? മഹേഷ്, all the best.
അന്വേഷിച്ചു വന്നവരിൽ ഇയാളുണ്ടായിരുന്നു. ഇതാ ഓട്ടോക്കാരൻ കൊന്ന ആളല്ലേ? ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഏതോ വീട് അന്വേഷിച്ച് വന്നാണെന്ന് പറഞ്ഞാൽ കയറിയത്. വെള്ളം വേണമെന്ന് പറഞ്ഞു. എന്നെപ്പറ്റി കുറേ ചോദിച്ചു. നിനക്ക് പെണ്ണുങ്ങൾ വിളിച്ച് കാശായിട്ടുള്ള പണി അല്ലടാ? സാർ ഇത് എന്റെ ഫോണിൽ നിന്ന് പോയ വിളിയല്ല സാറേ. പിന്നെ സിം എങ്ങനെയാ നിന്റെ പേരിലായത്? സെക്രട്ടേറിയറ്റ് ജോലിയുള്ള റജി സക്കറിയ സാർ എടുത്ത നമ്പറാ. എന്നെ കടലിൽ ഡൈവറായിട്ട് ജോലി എടുക്കാൻ വേണ്ടി വിദേശത്തോട്ടൊക്കെ കുറെ കോൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തതാ. അന്വേഷിച്ചാ അറിയാം സാറേ. റജി സക്കറിയ, സെക്രട്ടേറിയറ്റിലെ ടൂറിസം വകുപ്പിൽ. സാറിവിടെ നേരിട്ട് വന്ന് റിക്രൂട്ടിങ് നടത്തിയതാ. ഇനി മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ല. ഡെഡ് എൻഡ്. 10:45 ആ വെഡിങ്. മാളു തന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നന്നായി. ചേട്ടനും ചേച്ചിയും കാണാതെ അവൾക്ക് കൊടുക്കണം. ഇവിടെ ഇപ്പൊ ഈ കേസ് എന്തായാലും വൈകിട്ട് ഞാൻ കാസർഗോഡേക്ക് മുടങ്ങും. പിന്നെ എല്ലാം പഴയതുപോലെ. പോയി തൊലയട്ടെ മുരളി, തൊലഞ്ഞ് തീരട്ടെ. രജിസ്റ്റർ നോക്കി സാർ. രജി സക്കർ ഇവിടെയുണ്ട്. അവൻ പറഞ്ഞ പോലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. രജി സക്കർ ഇവിടെ. നാലാമത്തെ ടേബിൾ. ഓക്കെ.